ഫ്രണ്ട്സ്, നിങ്ങളപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കഴിഞ്ഞ എല്ലാ എപ്പിസോഡ്സും കണ്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നതിനുള്ള നമ്മൾ 10ഓളം എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് കണ്ടുവെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ സിംപ്ലിഫൈഡ് ആണ് അതിനകത്ത് അൽഗോരിതം വെച്ചിട്ട് സോൾവ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആ എപ്പിസോഡ്സ് പൂർണ്ണമായിട്ട് 10 എപ്പിസോഡ്സ് കണ്ട് കറക്റ്റ് നമ്മൾ അൽഗോരിതം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഈ റൂബിക്സ് ക്യൂബ് നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു റൂബിക്സ് ക്യൂബർ ആകുമ്പോൾ, നമ്മൾ റൂബിക്സിൽ എക്സ്പേർട്ട് ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ റൂബിക്സ് ക്യൂബ് എങ്ങനെയാണ് വീണ്ടും ഇത് പൊളിച്ചിട്ട് അതേപടി ആക്കുക, ഈ കട്ടകളെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് അതേപടി ആക്കുക എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നമ്മളൊരു ക്യൂബർ ആകുമ്പോൾ, റൂബിക്സ് ക്യൂബർ ആകുമ്പോൾ, ഇപ്പം നോർമലി റൂബിക്സ് ക്യൂബിന് ഞാൻ മറ്റുള്ള എപ്പിസോഡ്സ് നിങ്ങളെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇങ്ങോട്ട് വരാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് മറ്റുള്ള എപ്പിസോഡ്സ് കണ്ടിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഞാൻ പറയുന്ന കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ ഈ എപ്പിസോഡ്സിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൂബിക്സ് ക്യൂബിന്റെ നമ്മൾ ഇതിന്റെ കോർണറും എഡ്ജും ഇതിന്റെ കോറും എല്ലാം അടിച്ച് പൊളിച്ച് മാറ്റിയിട്ട് ആദ്യം തൊട്ട് ഫിക്സ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ അതുകൂടി നോക്കി പഠിച്ചാലേ നിങ്ങൾക്ക് ഒരു റൂബിക്സ് ക്യൂബിന്റെ കറക്റ്റ് ഒരു ബേസ് കിട്ടത്തുള്ളൂ, നിങ്ങളൊരു കറക്റ്റ് ക്യൂബർ ആകത്തുള്ളൂ. ഓക്കെ, ഇതെല്ലാം കണ്ട് കറക്റ്റ് തറവാക്കി ഈ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് വരാവുള്ളൂ, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ്സിൽ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം പൊളിച്ചിട്ട് ആദ്യം തൊട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. കാരണം നമ്മളിങ്ങനെ റൂബിക്സ് ക്യൂബ് നമ്മളിങ്ങനെ സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ വഴുതി ഇതിന്റെ കളറൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇത് മാച്ച് ആകാതെ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഈ പൊസിഷൻ മാറിയിട്ടുണ്ട്, റൂബിക്സ് ക്യൂബ് തെന്നി മാറി കയറിയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളത് കുറേ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇൻ കേസ് അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ നിങ്ങൾക്ക് സംശയം തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിച്ചിരിക്കണം, എങ്ങനെയാണ് ഇത് പൊളിച്ചിട്ട് വീണ്ടും റീഫിക്സ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ മറ്റുള്ള എപ്പിസോഡ്സ് കണ്ടതിന് 10 എപ്പിസോഡ്സും അൽഗോരിതം വെച്ച് സോൾവ് ചെയ്യുന്ന കണ്ടതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വരാവുള്ളൂ. സോ നമുക്ക് ഇതെങ്ങനെയാണ് പൊളിച്ചിട്ട് വീണ്ടും റീഫിക്സ് ചെയ്യുന്ന വീഡിയോയിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എല്ലാം കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റൂബിക്സ് ക്യൂബ്, ഈ കട്ട നമ്മൾ മൊത്തം പൊളിച്ച്, ഈ ചെറിയ ചെറിയ കട്ടകൾ മൊത്തം ഇവിടുന്ന് പൊളിച്ച് ഇറക്കിയിട്ട് വീണ്ടും നമ്മൾ റീഫിക്സ് ചെയ്യാണ്. ഒരു ക്യൂബർ എന്ന നിലയിൽ നമ്മൾ അതുകൂടി പഠിച്ചിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്കത് കറക്റ്റ് ഒരു എക്സ്പെർട്ട് ആകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കട്ടകൾ മൊത്തം പൊളിച്ച് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത്, ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഈ കാണുന്നതാണ് റൂബിക്സ് ക്യൂബിന്റെ കോർണർ. ഈ മേലെ കാണുന്ന കട്ട 4 എണ്ണം കണ്ടോ, ഈ മേലെ കാണുന്ന 4 കട്ട, അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന 4 കട്ട, ഈ 3 കളേഴ്സ് ഉള്ള ഒന്ന്, അതായത് 1 2 3 കണ്ടോ, ഈ 4 സൈഡ്, ഇതിന്റെ ഓപ്പോസിറ്റ് 4 സൈഡ്, ഇതാണ് റൂബിക്സ് ക്യൂബിന്റെ കോർണർ എന്ന് പറയുന്നത്. ആ കട്ട മൊത്തം നമ്മൾ പൊളിച്ചു മാറ്റും. പിന്നെ ഈ ക്രോസ് ആയിട്ട് കാണുന്നത് കണ്ടോ, 2 കളർ ഉള്ളത് കണ്ടോ, 2 കളർ ഉള്ളത്, അതും നമ്മൾ പൊളിച്ചു മാറ്റും. പിന്നെ ഇതിന് നടുക്കുള്ള ഈ വൈറ്റ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, ബ്ലൂ, അത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് കോറാണെന്ന് കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ വരാവുള്ളൂ, എന്നാലും മനസ്സിലാവുള്ളൂ അത് കോറാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ നടുക്ക് കാണുന്ന മിഡിൽ ലെയർ ഉണ്ടല്ലോ, ഈ മിഡിൽ ലെയർ എല്ലാം തന്നെ എഡ്ജ് ആണ് കണ്ടോ. എഡ്ജ് എന്ന് പറയാൻ കാരണം ഇത് കണ്ടോ, ഇത് 2 കളേഴ്സ്, ഇത് മിഡിൽ ലെയർ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി, മനസ്സിലായോ? ഇത് കണ്ടോ, ഇത് മിഡിൽ ലെയർ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി, ഇത് കോർണർ ആയിട്ടോ എഡ്ജ് ആയിട്ടോ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഇത്രയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇതിന്റെ താഴെ കണ്ടോ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, അതായത് നമ്മൾ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത് യെല്ലോ ബേസ് ചെയ്തിട്ടും വൈറ്റ് ബേസ് ചെയ്തിട്ടുമാണ്. അപ്പൊ ഇതിന്റെ കോർണർ 4 കട്ട, എഡ്ജ് 4 കട്ട, എഡ്ജ് 4 കട്ട, കോർണർ 4 കട്ട, എഡ്ജ് 4 കട്ട, കോർണർ 4 കട്ട. ഓക്കെ, പിന്നെ നടുക്ക് മിഡിൽ ലെയർ, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അത്രയാണ് സംഭവം. നമ്മളിപ്പോൾ അത് പൊളിച്ച് നീക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം ഈ കോർണർ പൊളിച്ച് മാറ്റുകയാണ്. ഇവിടുന്ന് കണ്ടോ, കോർണർ ഞാൻ മാറ്റുകയാണ്. ഇതുണ്ടോ, കോർണർ ഞാൻ മാറ്റുകയാണ്. കോർണർ കണ്ടോ, 3 കളേഴ്സ് ആണ് കണ്ടോ, 3 കളർ ഉള്ളതിനെ കോർണർ എന്നാണ് പറയുക. നമ്മളിപ്പോൾ കോർണർ മാറ്റി കണ്ടോ. ഇപ്പൊ ഇവിടെ ഒരു ഡെയ്സി കണ്ടോ, ഇതാണ് നമ്മൾ ഡെയ്സി ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ആ ഡെയ്സി. അപ്പൊ ആ ഡെയ്സിയിൽ നമ്മൾ എഡ്ജ് എന്ന് പറഞ്ഞ 2 കളേഴ്സ് ഉള്ള സംഭവം, കുരിശുള്ള സംഭവം ഞാൻ പൊളിച്ചു മാറ്റുകയാണ്. പിന്നെ ഉള്ളത് 2 കളേഴ്സ് ഉള്ള കണ്ടോ,
ഈ ഈ സൈഡ് മിഡിൽ ലെയർ എല്ലാം 2 കളേഴ്സ് ആയിരിക്കും. കണ്ടോ? മിഡിൽ ലെയർ എല്ലാം 2 കളേഴ്സ് ആയിരിക്കും. അത് ഞാൻ പൊളിച്ചു മാറ്റുകയാണ്. അത് 2 കളേഴ്സ് ഉള്ള സെക്ഷനിലേക്ക് വെക്കുകയാണ്. താഴെയുള്ള 3 കളറുള്ള കോർണർ ഞാൻ പൊളിച്ചു മാറ്റുകയാണ്. കണ്ടോ? കോർണർ ഞാൻ പൊളിച്ചു മാറ്റുകയാണ്. കണ്ടോ? പിന്നെ ഉള്ളത് ഇവിടുത്തെ ക്രോസ് എഡ്ജിന്റെയും കൂടി ഞാൻ പൊളിച്ചു മാറ്റുകയാണ്. കണ്ടോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മളിത് മൊത്തം പൊളിച്ചു മാറ്റിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാത്ത, കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാത്ത ഒരു സാധനം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇതാണ്. ഓക്കെ, ഇതാണ് കോറി എന്ന് പറയുക. ഒരു റൂബിക്സ് ക്യൂബ് പൊളിച്ചു മാറ്റുമ്പോൾ കിട്ടുക. ഇപ്പൊ നമുക്കിത് അതിന്റെ ഈ റൂബിക്സ് ക്യൂബിന്റെ ഇത് ഇങ്ങനെ മാറ്റിയിട്ട് ഇതിനകത്ത് കണ്ടോ സ്ക്രൂസ് ഉണ്ട്. ഇത് നമുക്ക് റിട്ടൻഷൻ ചെയ്യാം. ഈ സ്ക്രൂസ് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്പീഡ് കുറയുകയും കൂടുകയൊക്കെ ചെയ്യും. ഓക്കെ, അത് നമുക്ക് പിന്നീടുള്ള അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒരു റൂബിക്സ് ക്യൂബിന്റെ 3 ഭാഗങ്ങൾ ഇപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. കോറ് ഇത് 3 കളർ വരുന്നത്, അത് കോർണർ 2 കളർ വരുന്നത്, എഡ്ജിന്റെ നമ്മൾ മാറ്റി മാറ്റി വെച്ചു. ഇതിൽ 2, 4, 6, 8 എണ്ണം ഉള്ളത് 8 ക്യൂബ് ഉണ്ട്. നമ്മുടെ കോർണർ 2, 4, 6, 8, 10, 12 എഡ്ജും 2 കളർ എഡ്ജും 8 കോർണറുമാണ്. പിന്നെ 4 ഇത് ഫിക്സഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെയാണ് നമ്മുടെ റൂബിക്സ് ക്യൂബിന്റെ ഐറ്റംസ് ഉള്ളത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. സോ നമ്മളിപ്പോ ഈ അഴിച്ചു മാറ്റിയ സാധനം റീഫിക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇത് പഠിച്ചിരിക്കണം. നമ്മൾ നിങ്ങൾ അൽഗോരിതം അപ്ലൈ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം സാധാരണ നമ്മൾ എങ്ങനെ തുടങ്ങുക? എല്ലോയിൽ വെച്ചിട്ടല്ലേ നമ്മൾ ഡെയ്സി ക്രിയേറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ തുടങ്ങിയത്, അൽഗോരിതം അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്ത് ഡെയ്സി ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ നോക്കാം, ഈ യെല്ലോയും ഈ ബ്ലൂവും നോക്കുക. അപ്പോൾ ഇതിന്റെ ഈ ക്രോസ് വരുന്നത് എഡ്ജ് ആണല്ലോ, ഈ ക്രോസ് വരുന്ന എഡ്ജ് ആണ്. അപ്പൊ യെല്ലോയും ബ്ലൂവും മാച്ച് ആകുന്ന എഡ്ജ് എന്ന് പറയുമ്പോൾ ഇത് കോർണർ ആണ്, ഇത് എഡ്ജ് ആണ്. അപ്പൊ നമ്മൾ എഡ്ജിലേക്ക് നോക്കാം. യെല്ലോയും ഇത് ഒരു കോർണർ നമുക്ക് കിട്ടി. അത് നേരെ നമ്മൾ എടുത്തിട്ട് ദേ ഇവിടേക്ക് ഫിക്സ് ചെയ്യുക. കറക്റ്റ് ദേ ഇവിടേക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അകത്തോട്ട് കയറ്റി കൊടുത്താൽ മതി. ഭയങ്കര സിമ്പിൾ ആണ്. കണ്ടോ? ഇങ്ങനെ ഫിക്സ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഫിക്സ് ചെയ്യാനുള്ള നോക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെ നമ്മൾ ഇവിടുത്തെ എഡ്ജ് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു എഡ്ജ് നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ ഇവിടെ 4 എഡ്ജ് കൂടി ഉണ്ടല്ലോ. ഈ ഓറഞ്ചിന്റെ ഭാഗത്തുള്ള എഡ്ജ്, അതിപ്പോ ഓറഞ്ചും യെല്ലോയും ഉള്ള വശം നോക്കുക. കണ്ടോ? നമ്മൾ സിമ്പിൾ ആണ്, ഇങ്ങനെ തരം തിരിച്ച് വെച്ചാൽ കണ്ടോ. എന്നിട്ട് അതേ രീതിയിൽ നമ്മൾ ഇവിടെ എടുത്ത് അങ്ങ് ഫിക്സ് ചെയ്യുക. അതേ രീതിയിൽ നമ്മൾ എടുത്തിട്ട് ഫിക്സ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കേണ്ടത്, നമ്മൾക്ക് ഇതിന്റെ ഈ കോർണർ കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ ഇത് കുരിശാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു കോർണറും കൂടി സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ കോർണറിലേക്ക് നോക്കുക. ഇവിടെ മഞ്ഞ വന്നം, ഇവിടെ ബ്ലൂ വന്നം, ഇവിടെ ഓറഞ്ച് വന്നം, അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടോ എന്ന് ഇവിടെ നമ്മൾ നോക്കുക. മഞ്ഞയും ബ്ലൂവും ഓറഞ്ചും കണ്ടോ, മഞ്ഞയും ബ്ലൂ ഓറഞ്ചും നമുക്ക് കിട്ടി. കണ്ടോ? ഇത് നമ്മൾ നേരെ എടുത്തിട്ട് നമ്മള് ഇവിടെ ഇങ്ങനെ അകത്തോട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ താഴെ കൂടി നമ്മൾ ഇച്ചിരി ഒരു പ്രഷർ കൊടുത്തിട്ട് നമ്മൾ നീക്കിയാൽ മതി. കണ്ടോ? അപ്പൊ ഇതിങ്ങനെ പോരും. നമ്മളപ്പോൾ അത് വീണ്ടും എടുത്തിട്ട് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുക. കണ്ടോ? ഇപ്പൊ നമുക്ക് ഒരു വശം കിട്ടി. കണ്ടോ? ഇനി നമ്മൾ നോക്കുക, അടുത്ത് നമ്മൾ നോക്കണ്ടേ ഇവിടെ നമുക്ക് കണ്ടോ, ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഒരു വശം നോക്കി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട ഇത് കണ്ടോ, ഇവിടെ ഇത്രയും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ. ഈ ഗ്യാപ്പിന്റെ കളർ ഏതൊക്കെയാണെന്ന് നോക്കുക. ഈ ഗ്യാപ്പിന്റെ, അതായത് ഇവിടെ നമുക്ക് ബ്ലൂ കിട്ടണം, ഇവിടെ ഓറഞ്ചും കിട്ടണം. ഈ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ ഇവിടെ ഓറഞ്ച് ഇവിടെ ബ്ലൂവും കിട്ടിയാൽ മതി. അതായത് മിഡിൽ ലെയർ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. മിഡിൽ ലെയറിൽ 2 കളർ വന്നാൽ മതി. ഇവിടെ ഓറഞ്ച് ഇവിടെ ബ്ലൂ ഉള്ളൊരു സംഭവം, അതായത് എഡ്ജ് കിട്ടിയാൽ നമുക്ക് ഇത് സോൾവ് ആവും. ഇതേ കണ്ടോ, ഓറഞ്ചും ബ്ലൂവും. അത് നമ്മൾ നേരെ ഇവിടെ എടുത്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. കണ്ടോ? ഇവിടെ ഇത്രയും സോൾവ് ആയി. ഇനി നമ്മൾ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നോക്കുക. അടുത്ത നമുക്ക് ഇനി എവിടെ സോൾവ് ചെയ്യാൻ പറ്റും നമ്മൾ നോക്കുക. ഇനിയിപ്പോ ഇവിടെ 2 എഡ്ജ് കൂടെ നമുക്ക് വെക്കാമല്ലോ. ഇവിടെ നമ്മൾ നോക്കുക. ഇവിടെ യെല്ലോയും ബ്ലൂവും വരുന്ന ഒരു സംഭവം നമുക്ക് കിട്ടണം. ഇവിടെ യെല്ലോ മേലേക്ക് ക്ഷമിക്കണം, മേലേക്ക് ബ്ലൂവും ഇങ്ങനെ ഒരു വൈറ്റും കിട്ടുന്ന ഒരു സാധനം നമുക്ക് കിട്ടണം. ഇവിടെ നോക്കുക, കണ്ടോ, കിട്ടി നമുക്ക്. അത് നമ്മൾ നേരെ എടുത്തിട്ട് എഡ്ജിനെ അവിടെ ഫിക്സ് ചെയ്യുക. അതേപോലെ നമ്മൾ ഇവിടെ ഇപ്പം ഒരു കോർണർ സംഭവം വന്നില്ലേ, ഇവിടെ കോർണറാ. ഇവിടെ ഏതൊക്കെ വൈറ്റ് വരണം, ബ്ലൂ വരണം, യെല്ലോ വരണം, ഓറഞ്ച് വരണം. കണ്ടോ? വൈറ്റ്, ഓറഞ്ച്,
ബ്ലൂ. അത് നമ്മൾ നേരെ എടുത്തിട്ട് അതിൻ്റെ അതിലങ്ങ് ഫിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മിഡിൽ ലെയർ കണ്ടോ, മിഡിൽ ലെയർ അതിന് സോൾവ് ചെയ്യാനുള്ള. അവിടെ നമുക്ക് തന്നെ വൈറ്റും വരണം ഓറഞ്ചും വരണം. അപ്പോൾ ഇവിടേക്ക് പോവുക, ഇവിടെ വരിക, രണ്ട് കളറല്ലേ നമുക്ക് വരാനുള്ളത്. അപ്പം വൈറ്റും ഓറഞ്ച് കണ്ടത്, ഇവിടെ വൈറ്റും ഓറഞ്ചും ഉണ്ട്. അത് നമ്മൾ നേരെ എടുത്തിട്ട് വൈറ്റും ഓറഞ്ചിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എവിടെ പോവുക? ഇനി നമ്മൾ അടുത്ത നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഇവിടുന്ന് നമുക്ക് ഫിക്സ് ചെയ്യാമല്ലോ. ഇവിടെ കണ്ടോ, ഇവിടെ റെഡും കിട്ടണം വൈറ്റും കിട്ടണം. സോ ഇത് കണ്ടോ, ഇവിടുന്ന് റെഡും വൈറ്റും എനിക്ക് കിട്ടി, രണ്ട് കളറുള്ളത്. എഡ്ജിൽ നിന്നാണ് ഞാൻ എടുത്തേക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. നടുക്കുള്ള കുരിശിൽ നിന്നല്ല ഞാൻ എടുക്കുക. അപ്പൊ ഇവിടെ 3 കളർ വന്നു. ഇവിടെ വയലറ്റ്, വൈറ്റ്, റെഡ് കിട്ടണം. അപ്പൊ നമ്മൾ നോക്കാം, വയലറ്റും വയലറ്റ് അല്ല, ഇവിടെ ബ്ലൂ ആണ്. ബ്ലൂവും റെഡും വൈറ്റും കിട്ടണം. അത് നമ്മൾ എടുക്കുക, നേരെ നമ്മൾ ഇതിലെ കൂടി ഇങ്ങനെ ഫിക്സ് ചെയ്യുക. കുറച്ച് ഇത് വരും, നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യുക. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് മിഡിൽ ലെയറിൽ ഒരു ബ്ലൂവും റെഡും കിട്ടണം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുക, ബ്ലൂവും റെഡും നോക്കുക. എഡ്ജ് ആണല്ലോ, മിഡിൽ ലെയർ ആണല്ലോ. എന്നിട്ട് അത് നമ്മൾ എടുത്തിട്ട് ഫിക്സ് ചെയ്യുക. സിമ്പിൾ ആണ്, നിങ്ങൾ 2-3 വട്ടം ട്രൈ ചെയ്തത് മനസ്സിലാവും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കേട്ടോ. നിങ്ങളുടെ ഒരു ലോജിക്കിൽ ക്ലോസ് ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ചു തരുന്ന വേയിൽ തന്നെ ക്ലോസ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് വെക്കാം. ഇങ്ങനെ കളർ മാച്ചിങ് ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്? ഇവിടെ കണ്ടോ, റെഡും ബ്ലൂവും കിട്ടണം. റെഡും ബ്ലൂവും യെല്ലോയും കിട്ടണം. ഈ ഭാഗം നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ അപ്പൊ ഇതെടുക്കുക, എന്നിട്ട് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുക. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് അടുത്ത ഏതാണുള്ളത്? ഇവിടെ ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് ഒരു ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു കോർണർ കീ ആണ്, കോർണർ ആയിട്ടുള്ള ഒരു ക്യൂബാണ്. അപ്പൊ അവിടെ യെല്ലോയും റെഡും മിഡിൽ ലെയർ ആണ്. കണ്ടോ, മിഡിൽ ലെയർ ആണ് നമുക്ക് കിട്ടാനുള്ളത്, മിഡിൽ. അപ്പൊ നമുക്ക് കിട്ടാനുള്ളത് റെഡും യെല്ലോയും കിട്ടണം നമുക്ക്. റെഡും യെല്ലോ കണ്ടോ, റെഡും യെല്ലോയും കിട്ടണം. അപ്പൊ നമ്മൾ നേരെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. സോ നമ്മൾ അടുത്ത നോക്കണ്ടേ നിങ്ങളുടെ ലോജിക്കാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ഫോളോ ചെയ്യാം, അല്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പൊളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തായി നോക്കേണ്ടത് നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു എണ്ണം ബാക്കിയുണ്ടല്ലോ, ഇതിന്റെ എഡ്ജ് നമ്മൾ വെച്ചിട്ടില്ല. ഇതിന്റെ എഡ്ജ് ഗ്രീനും യെല്ലോയും ആണ്. അപ്പൊ 2 കളർ മതി. ഇതേ കണ്ട, ഗ്രീനും യെല്ലോയും നമുക്ക് മാച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നേരെ നമ്മൾ എടുത്ത് അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. ഇവിടെ ഒരു കോർണർ നമുക്ക് കിട്ടാനുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കോർണർ ഫിക്സ് ചെയ്യണമല്ലോ. കോർണർ ഏതൊക്കെ കളറാണ് വേണ്ട നോക്കിയേ, റെഡ് വേണം, യെല്ലോ വേണം. ആ കോർണർ വെക്കുന്ന മുന്നേ നമ്മൾ എഡ്ജ് വെക്കുക. ഇവിടെ എഡ്ജ് നമുക്ക് ഏതൊക്കെയാ ഉള്ളത്? റെഡും ഗ്രീനും. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. റെഡും ഗ്രീനും നമ്മൾ എഡ്ജ് വെക്കുക. റെഡും ഗ്രീനും കണ്ടോ, റെഡും ഗ്രീനും നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇനി ഇവിടെ ഏതൊക്കെ കളർ വന്നോ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഏതൊക്കെ കളർ വരണം? ഗ്രീനും വരണം, റെഡും വരണം, യെല്ലോയും വരണം. ഉണ്ടാവും, ഗ്രീനും വരണം, റെഡും വരണം, യെല്ലോയും വരണം. ഈ ഒരു കോർണർ കീപ്പാണ് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യേണ്ടത്. അത് നേരെ നമ്മൾ എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് ഫിക്സ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇങ്ങനെ തിരിക്കുക. നമ്മുടെ കയ്യിലൊരു വഴക്കമുണ്ട്. നിങ്ങൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വഴക്കം കിട്ടും. ഇതെങ്ങനെ കുതറിപ്പോകാതെ എങ്ങനെ പിടിക്കണമെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു എഡ്ജ് നമുക്ക് ക്ലോസ് ചെയ്യാനുണ്ടല്ലോ. ഒരു ഗ്രീനും ഒരു ഓറഞ്ചും ഉള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട്. അത് നമ്മൾ നേരെ എടുത്തിട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഇട്ട് നമ്മൾ ക്ലോസ് ചെയ്യുക. കുറച്ച് ഇത് നമുക്ക് ആദ്യമേ കുറച്ച് ഇത് ബുദ്ധിമുട്ട് വരും. നമ്മളിങ്ങനെ സൈഡിൽ കൂടി പിടിച്ചാൽ മതി, അപ്പൊ ക്ലോസ് ആയിക്കോളും. കണ്ട, അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ സൈഡിൽ കൂടി എടുത്തിട്ട് കയറ്റിയാൽ മതി. നിങ്ങൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാവേ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഇനി നമുക്ക് ഇവിടുത്തെ ഒരു കണ്ണം, ഇവിടെ യെല്ലോയും ഗ്രീനും ഓറഞ്ചും ട്രിപ്പിൾ
ഇതിലേക്ക് പോവുക. 3 കളറാകുമ്പോൾ നമ്മൾ എപ്പോഴും കോർണറിലേക്ക് പോവുക. യെല്ലോയും ഓറഞ്ചും ഗ്രീനും കണ്ടോ, കറക്റ്റ് സാധനം എൻ്റെ കയ്യിൽ വന്നു. കണ്ടോ, ഇത് ഞാൻ കുറെ പ്രാവശ്യം ചെയ്തപ്പോഴാണ് എനിക്കിത് ഓട്ടോമാറ്റിക്കലി ഇത് മനസ്സിലാകാൻ തുടങ്ങിയത്. നിങ്ങൾ 2-3 പ്രാവശ്യം ഇത് കണ്ടിട്ട് നിങ്ങൾ പൊളിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലോജിക്കലി മനസ്സിലാവും. ഞാനിങ്ങനെ ഒരു 3-4-5-7-8 പ്രാവശ്യം ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, എന്നിട്ട് നമ്മളിത് ഇവിടെ നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എടുക്കേണ്ട ഏതാണ്, ഈ എഡ്ജ് നമ്മൾ ക്ലോസ് ചെയ്യണം. ഇനിയിപ്പോൾ ഇവിടെ ഒരു എഡ്ജും കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ എന്തായാലും എഡ്ജ് ഇവിടെ തന്നെ ആയിരിക്കും, ഒന്നും നോക്കേണ്ട കാര്യമില്ല. നേരെ അങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് ഫിക്സ് ചെയ്താൽ മതി, വേറെ നിങ്ങൾ ഒന്നും നോക്കണ്ട. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വൈറ്റും ഗ്രീനും, ഇനി 2 ഉള്ളൂ, വൈറ്റും ഗ്രീൻ, ഇതിൽ ഏതെങ്കിലും ഇവിടെ എടുത്ത് വെച്ചാൽ മതി. വൈറ്റും ഗ്രീനും റെഡും കണ്ടോ, ഇത് തന്നെ ആയിരിക്കും. അത് നേരെ എടുത്തിട്ട് നമ്മൾ ഇവിടെ അങ്ങോട്ട് വെക്കുക. അതേ, ഇനി 1 കൂടെ ഉള്ളൂ, അതിപ്പോ എന്തായാലും ഇത് തന്നെ ആയിരിക്കും. അത് കോർണറാണ്. അതും നേരെ എടുത്തിട്ട് നമ്മൾ കറക്റ്റ് നമ്മൾ നേരെ പിടിച്ചിട്ട് നമ്മളിതിങ്ങനെ അങ്ങോട്ട് ഇടുക. സോ നമ്മളിപ്പോൾ ഒരു സാധനം, ഒരു റൂബിക്സ് ക്യൂബ് പൊളിച്ചത് നമ്മൾ വീണ്ടും എങ്ങനെയാണ് റീഫിക്സ് ചെയ്യുന്നത് എന്നാണ് പഠിച്ചത്. സോ ഓക്കെ, അപ്പോൾ ഇത് കൂടി നിങ്ങൾ ഈ വീഡിയോ സാവധാനത്തിൽ കണ്ട് 2-3 പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതിനുശേഷം നിങ്ങളൊരു 5-10 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൽ എക്സ്പെർട്ട് ആവും പൊളിച്ചു പണിയാനായിട്ട്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് 10 എപ്പിസോഡ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് കണ്ടിട്ടാണ് ഇത് കാണേണ്ടത് കേട്ടോ, എന്നാലും നിങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ്. എല്ലാവരും പറയും അൽഗോരിതം ഭയങ്കര പാടാണെന്ന്, പക്ഷെ അൽഗോരിതമാണ് ഏറ്റവും എളുപ്പം. കാരണം അൽഗോരിതത്തിൽ ഏതാണ്ട് ഒരു 10-12 അൽഗോരിതം നിങ്ങൾ പഠിച്ചാൽ മതി. ആ അൽഗോരിതം പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഞാൻ എങ്ങനെയാണ് അൽഗോരിതം ബൈഹാർട്ട് പഠിച്ചത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർച്ചയായിട്ട് ഈ അൽഗോരിതം ഞാൻ എങ്ങനെയാണ് എളുപ്പത്തിൽ പഠിച്ചത്, ഒരു 10-12 അൽഗോരിതം വരുന്നത്, അതെങ്ങനെയാണ് കാണാപ്പാഠം പഠിച്ചത്, അതിന് കുറച്ച് എളുപ്പ വഴിയൊക്കെ ഉപയോഗിച്ച് കുറച്ച് ബ്രെയിൻ ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ആ 12 അൽഗോരിതം ക്രാക്ക് ചെയ്ത് പഠിക്കാവുന്ന, ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അടുത്ത എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അൽഗോരിതം കൂടി നിങ്ങൾ അതുപോലെ മാച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു 10-12 അൽഗോരിതം എങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാമെന്നുള്ള വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൂടി ഞാൻ അടുത്ത എപ്പിസോഡ് ഉൾപ്പെടുത്താം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാവും. പക്ഷെ ആ വീഡിയോ കാണുന്നത് നിങ്ങൾ ഫസ്റ്റിലെ 10 വീഡിയോസ് തിരിച്ചിട്ട് കാണുക, അതിനുശേഷം മാത്രം വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് പൊളിച്ചു പണിയുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായും തോന്നുന്നു. അപ്പൊ അടുത്ത നമ്മൾ വരുന്നത് അൽഗോരിതം, നമ്മൾ കഴിഞ്ഞ 10 വീഡിയോസിൽ അപ്ലൈ ചെയ്ത അൽഗോരിതം എങ്ങനെയാണ് എളുപ്പം പഠിച്ചെടുക്കുക, മനസ്സിൽ ഓർത്ത് വെക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പൊ സ്റ്റേ ട്യൂൺ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ കിട്ടത്തുള്ളൂ. അപ്പൊ ബൈ ഫ്രണ്ട്സ്, കൂട്ടുകാരെ.